വൈകുന്നേരമായി. രാവിലെ കുറേ പണികളായിരുന്നു, അതുകൊണ്ടാണ് വ്ലോഗ് എടുക്കാൻ പറ്റാഞ്ഞത്. കേക്കുണ്ട് ആർക്കറിയാം. ഇപ്പം നമ്മൾ അതിനെ കൂടെ ഇവിടെ പുറത്ത് ചായ കുടിക്കാൻ ബാഗൊക്കെ എടുത്തിട്ട് അതേ വഴിക്ക് ഞാനങ്ങ് പള്ളിത്താഴത്തേക്ക് പോകും. അപ്പോൾ അലിയും മാജും വെയിറ്റിങ്ങിലാണ്. ഓല് കൂളിമാട് പാലത്തിൻ്റെ അവിടെ കാത്തൊക്കെയുണ്ട്. നമ്മളിപ്പോൾ അവിടേക്ക് എത്തും, ഒരു ചായ കുടിക്കും, കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യും, പള്ളിത്താഴത്തേക്ക് പോകും. അപ്പം അവിടെ എത്തിയിട്ട് കാണാം. നമ്മൾ കൂളിമാടെത്തി. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, പാലത്തിൻ്റെ മുകളിൽ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. നോക്കാം. ഇതൊരു പരിചയപ്പെടുത്തേണ്ട ഏരിയയാണ്. കൂളിമാടല്ല, അത് ഈ മരം. ഇതിൻ്റെ മുകളിൽ നിറച്ച് കാക്കകൾ. എപ്പോൾ ഇതിലൂടെ പോയാലും എപ്പോഴും കാക്ക സിറ്റിടും. പക്ഷെ അതിൽ നമ്മൾ പോയതിലധികം എൻ്റെ തലയിൽ ഒക്കെ വീണിക്കണം. അതിൻ്റെ തലയിൽ എൻ്റെ തലയിലൊക്കെ വീണിക്കണം. ഒരു വൃത്തികെട്ട സ്പോട്ടാണ്, എന്താ ഇപ്പോൾ പറയാ. ഇവിടെ എവിടെയോ ഉണ്ട്. ഇപ്പോഴത്തെ പോലെ രണ്ട് സൈഡ് നോക്കിക്കോ, ഇവിടെ എവിടെയോ ഉണ്ട്. വെറുതെ ഹോൺ അടിക്കണോ? എവിടെയോ ഉണ്ട്. ഇതാണോ അതല്ല. പാലത്തിന്റെ മുകളിൽ ഉണ്ടെന്നാ പറഞ്ഞത്. നിൽക്കുന്നു, അതാ നിൽക്കുന്നു. എന്താ പറയണ്ടോ? ഞങ്ങൾ വന്നിട്ട് 2 മിനിറ്റ് ആയിട്ടുള്ളൂ. എന്താണത് കണ്ടു നിങ്ങളിപ്പോ വന്നിട്ടുള്ളൂ. 2 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പൊ ഇതാ വിഷയില് നമ്മള് കാര്യം പറഞ്ഞിട്ട് വരാം. അതിമനോഹര ദീക്ഷ ആ സാധനം. അതാ പോന്നു. പോയി കള്ളന്മാരാണത്. അലി എടാ, ഇതെന്താ പരിപാടി? പൂഴിയാണ്, മീൻ പിടിക്കലാണ്. കള്ളന്മാര് പോലീസ് പിടിച്ചോണ്ടി. ഒന്നല്ല 2 എണ്ണം. ഒന്നതാ അവിടെ നിന്ന് വരുന്നുണ്ട്. റിങ്ക് നമ്മോട് ചോദിച്ച പരിപാടി ഞങ്ങളറിഞ്ഞു. അല്ല, മാജിന്റെ അഭിപ്രായം എന്താ? മാജി മുക്കാണ് ഇടണ പറയണ അടിപൊളി. അതിന്റെ നാടായിട്ട് അങ്ങനെ പറയരുത്. നാടായിട്ട് അങ്ങനെ പറയരുത്. റേറ്റിംഗ് എടുത്തിട്ട് പറയും. എങ്ങനത്തെ റേറ്റിംഗ് വേണ്ടി? എങ്ങനെ വേണ്ടി? ഫുഡ്, അവിടുത്തെ ആൾക്കാര്, വികസനം, എല്ലാം ഓൾറെഡി വികസിച്ച നാട് മുക്കം തന്നെ. മുക്കത്തെ ഫുഡ് കുഴപ്പമില്ല. ആ രണ്ടിടത്ത് അടിപൊളി തന്നെയാണ്. പക്ഷെ മുക്കത്തെ കുറെ മന്ദന്മാരുണ്ട്. എക്സാമ്പിൾ ഒന്ന് കിഡിലോസ്കി മനുഷ്യനാണ്. ഇങ്ങനെ വീടുണ്ടായിപ്പോയി. ചേട്ടപ്പറ ഇങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. ഇങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ, മൊത്തത്ത് നോക്കുകയാണെങ്കിൽ നല്ല ആൾക്കാരൊക്കെ സുഖമാണ് കേട്ടോ. അതായത് മുക്കത്തെ ആൾക്കാര് മോശമാണെന്ന് ഈ പറയണേ. എടവണ്ണപ്പാറ കുറച്ചും കൂടി കൂടുതലാണെന്ന് പറഞ്ഞത് നല്ല ആൾക്കാര്. പോണതാ. പോവല്ലേ? ചാടിക്കും. ചായ പൊടി കഴിഞ്ഞു. കസിനെ കണ്ടു, കസിന്റെ വൈഫിനെയും കണ്ടു. നമ്മളെവിടെ പോയാലും ഓലുണ്ട്, ഓലയുടെ പോയാലും നമ്മളുണ്ട്. എന്ത് ചെയ്യാനാ? അതാ സ്ഥിരം പിന്നെ എല്ലായിടത്തും പോയാൽ നമ്മളുണ്ടാവാ. ചായ കുടിക്കാൻ പോകുന്നിടത്തൊക്കെ ഓലുണ്ട്. നമ്മളെ സ്ഥിരം സ്പോട്ട് ഫുള്ള് കണ്ടിട്ട്
എടാ സോളോ ലെവലിംഗ് കാണാ ഐ നമ്മൾ പറഞ്ഞു മൂത്തോല് പറഞ്ഞു ഇങ്ങനെ ഡിഗ്രീറ്റ് അടിച്ചു ഡിഗ്രീറ്റ് പ്രത്യേകിച്ച് ഞാൻ പറയണേ അതെ നിങ്ങൾ ആദ്യം തീരുമാനത്തിലെത്തി ആദ്യം ബാലു കഴിഞ്ഞൊരു പരിപാടി ഞാൻ പറഞ്ഞ മാതിരി കുടിക്കും ഓക്കെ ഓക്കെ എന്നാ കുടിച്ചിട്ട് കാണാം ഗൈസ് അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിരാനൊറ്റക്ക് പോയി മാച്ച് അല്ലെങ്കിൽ കൂടി ഇവിടെ ഇറക്കിത്തരും സ്റ്റാൻഡിൽ അവിടുത്തെ പള്ളിക്കകത്തേക്ക് 10 മിനിറ്റ് കൊണ്ട് വേഗത്തും ഗൈസ് പള്ളിത്തായ്മെത്തി വീടെത്തി ഇന്നത്രേ ഉള്ളൂ ഇവിടുന്ന് ഔട്ടർ പറയാൻ ഇന്നത്രേ ഉള്ളൂ നാളെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നാളെ കാണാം ശരി ബൈ ബൈ സി യു ഗുഡ് നൈറ്റ്